നല്ല വൃത്തിയും വെടിപ്പുണ്ട്. അതാണ് ഏറ്റവും വലിയ ഊണെന്നല്ല. 20 രൂപ എവിടെയും കിട്ടൂല. 20 രൂപ അടിപൊളി ഭക്ഷണം. അങ്ങനെ ആദ്യമായിട്ട് നമ്മളെ നല്ല കാര്യമല്ലേ അത്. 20 രൂപയ്ക്ക് ഊണ്, അതും കൊച്ചി പോലൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ. ഞാനൊരു ആഗ്രഹം പറഞ്ഞതല്ല, വാ പോയി കഴിക്കാം. ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൊച്ചി നഗരസഭയുടെ കുടുംബശ്രീ ഹോട്ടൽ സമൃദ്ധി അറ്റ് കൊച്ചി. രുചിയുള്ള ഭക്ഷണം കുറഞ്ഞ ചിലവിൽ, അതാണ് ലക്ഷ്യം. സർക്കാർ സബ്സിഡി ലഭിച്ചിരുന്ന സമയത്ത് എല്ലാ കുടുംബശ്രീ ഹോട്ടലുകളും 20 രൂപയ്ക്ക് ഊണ് കൊടുത്തപ്പോൾ സമൃദ്ധിയിൽ 10 രൂപയായിരുന്നു. സബ്സിഡി നിർത്തലാക്കിയപ്പോൾ ഊണിന് 20 രൂപയാക്കി. എന്നാൽ ഇന്ന് പതിവ് വിഭവങ്ങൾക്കൊപ്പം അൽഫാം, മന്തി ഉൾപ്പെടെയുള്ളവയും സമൃദ്ധിയിൽ ലഭ്യമാണ്. 20 രൂപയുടെ ഊണ് മാത്രമല്ല, ബിരിയാണി മുതൽ വിവിധ ഇനം പായസം വരെ സമൃദ്ധിയിലുണ്ട്. ഏതൊക്കെ പായസ ഇവിടെ ഉള്ളത്? ഞങ്ങൾ പരിപ്പ്, പാലട, സേമിയ, ഗോതമ്പ്, പഴം, ഓരോ ദിവസം വെറൈറ്റി. ഒരു ദിവസം 4-5 പായസം ഉണ്ടാവും. ഇപ്പൊ ഏത് പായസം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഉണ്ടാക്കുന്ന പരിപ്പ് പായസം. ഇതിനൊക്കെ എങ്ങനെയാ റേറ്റ്? മില്ലറ്റിന്റെ പായസം ഉണ്ട്. മില്ലറ്റ് പായസം ഉണ്ട്. എങ്ങനെ റേറ്റ് വരുന്നത്? 30 രൂപ ഒരു ഗ്ലാസ്. അത് എല്ലാ പായസത്തിനും ഒരേ റേറ്റ് ആണോ? ഇപ്പോൾ ഒരേ റേറ്റിനാണ് കൊടുക്കും. സേമിയ കുറച്ച് കൊടുത്തോണ്ടിരുന്നേ, ഇപ്പോൾ ഒരേ റേറ്റിനാണ് കൊടുക്കണേ. ഇനിയിപ്പോൾ ഞങ്ങൾ ബോളി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാല് ചേരണ പായസം വിത്ത് ബോളിയായിട്ട് കോമ്പോ 50 രൂപ കൊടുക്കാൻ പോവുക. ഇഡ്ഡലി, മസാല ദോശ, ചപ്പാത്തി അങ്ങനെ നീളുകയാണ് രാവിലത്തെ മെനു. ഇനി ഉച്ചയ്ക്കാണെങ്കിൽ 40 രൂപയുടെ കഞ്ഞി, 20 രൂപ ഊണ്, 30 രൂപ ഊണ്, 110 രൂപയുടെ പൊതിച്ചോർ തുടങ്ങി വിവിധ തരം നോൺ വെജ് വിഭവങ്ങൾ. മീൻ വിഭവങ്ങൾ ആവശ്യാനുസരണം ലൈവായി പൊരിച്ചു നൽകും. ഇവയ്ക്കെല്ലാം പുറമെ അൺലിമിറ്റഡ് ചോറും ലഭിക്കും. ചായ, കാപ്പി, ഐസ്ക്രീം, സോഫ്റ്റ് ഡ്രിങ്ക്സ് തുടങ്ങി എല്ലാം സമൃദ്ധമായി ഈ സമൃദ്ധിയിൽ ലഭ്യം. സമൃദ്ധിയിലെ നോൺ വെജ് സെക്ഷനാണ്. നോൺ വെജിനും ഇപ്പോൾ ആൾക്കാർ ഒരുപാടുണ്ട്. എന്നുവെച്ചാൽ പുറത്തെ അപേക്ഷിച്ച് ഇവിടെ വില കുറവാണല്ലോ സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് കഴിക്കാനും ഒരുപാടായിട്ട്, പിന്നെ ടേസ്റ്റും ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണെന്ന് പറയണം. 100 രൂപയാണ് ഞങ്ങളുടെ ബിരിയാണിക്ക്. ദം ബിരിയാണി കൊടുക്കണേ. ചിക്കൻ ദം ബിരിയാണിയാണ്. അതിൽ 2 പീസ് ഉണ്ടാവും, ഒരു മുട്ട ഉണ്ടാവും, പിന്നെ കച്ചമ്പർ ഉണ്ടാവും, അച്ചാറ്, പപ്പടം. ഇതാണ് 100 രൂപയ്ക്ക് കിട്ടണേ. എല്ലായിടത്തേലും ലാഭത്തിന് നമ്മൾ ഇവിടെ ബിരിയാണി കൊടുക്കുന്നത്. 58 സ്ത്രീകളാണ് 4 ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവർക്ക് പുറമെ പാർട്ട് ടൈം ആയിട്ടും ജീവനക്കാരുണ്ട്. പ്രതിദിനം 3 നേരമായി 5000-ലേറെ പേർ സമൃദ്ധിയിലെത്തി ഭക്ഷണം കഴിക്കാറുണ്ട്. 70 രൂപയുടെ ഭക്ഷണത്തിന് മികവുണ്ട്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ അതേ രുചിയോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും. 2021 ഒക്ടോബർ 14-നാണ് കുടുംബശ്രീ ജീവനക്കാരുമായി ഷീലോഡ്ജിന് സമീപം നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് സമൃദ്ധി പ്രവർത്തനം തുടങ്ങിയത്. സംസ്ഥാനത്ത് 1000-ലേറെ ജനകീയ ഹോട്ടലുകൾ ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ സബ്സിഡി മുടങ്ങിയതോടെ പലതും അടച്ചുപൂട്ടിയിടത്താണ് സമൃദ്ധമായി സമൃദ്ധി മുന്നോട്ട് പോകുന്നത്. 20 രൂപയ്ക്ക് നമുക്ക് ആ ഒരു ഊണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ഏകദേശം 35 രൂപയോളം അതിൻ്റെ ഒരു ഊണിന് വില വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സ്പെഷ്യലായ ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ എല്ലാ നോൺ വെജ് ഐറ്റംസും ചെയ്ത് ഞങ്ങളിപ്പോൾ വളരെ ഭംഗിയായിട്ട് നിലനിന്ന് പോകുന്നു. സമൃദ്ധിയിലില്ലാത്തതായി ഒന്നുമില്ല. പോക്കറ്റ് കാലിയാകാതെ വയറും മനസ്സും നിറയ്ക്കാമെന്നതാണ് സമൃദ്ധിയുടെ പ്രത്യേകത. വീഡിയോ ജേർണലിസ്റ്റ് ജിനീസ് ജോസിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.